ഹലോ, വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓണമൊക്കെ അല്ലേ, ഇന്ന് എല്ലാവരും ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി പുതിയൊരു ബെഡ്ഷീറ്റൊക്കെ വിരിക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനായിട്ടോ. മൊത്തത്തിലൊരു അത്തപ്പൂക്കളം പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആക്ച്വലി ഇത് ഹാൻഡ്ലൂമുകാരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിയ ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളും അടിച്ചാച്ചും ജിയക്കുട്ടിയും കൂടെ പള്ളിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് ജിയക്കുട്ടിയെ സൺഡേ സ്കൂളിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. മടിച്ചാച്ചയുടെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാച്ച് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ജിയക്കുട്ടിയുടെ സൺഡേ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. സൺഡേ സ്കൂളിലാണ് സെലിബ്രേഷൻ പ്രോഗ്രാം കല്യാണം പോയി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ലഞ്ച് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോഴത്തേക്ക് പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു. ഓണമൊക്കെ അല്ലേ, ഒരു ഓണം സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് 1 ലിറ്റർ മിൽമ പാലെടുത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചൂടുകട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഗീ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ബ്രാഹ്മിൺസിൻ്റെ റോസ്റ്റഡ് സേമിയയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് റോസ്റ്റഡ് ആണ് എങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ആ നെയ്യിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ പഞ്ചസാര എടുക്കുന്നുണ്ട്. പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര, നമ്മൾ മധുരത്തിൻ്റെ ആവശ്യത്തിനുള്ള പഞ്ചസാര എടുക്കുന്നു. അതിലേക്ക് ഏലക്കയും ജീരകവും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് പാല് തികന്ന് വന്നിട്ടുണ്ട്. ഈ പഞ്ചസാര എടുത്ത് വെച്ചത് എല്ലാം പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പാലിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ആ ചൂട് പാല് ഞാൻ ഈ സേമിയയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അല്പം കൂടെ കൂടുതൽ ഒഴിച്ചിട്ട് ആ പാലിലിട്ട് ഈ സേമിയ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ട കെട്ടാതെയും അടി പിടിക്കാതെയൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള. ഇനിയാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ കൂട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാനത് മുഴുവൻ ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന് നമ്മുടെ മധുരത്തിന് എന്തേരം മധുരം ആവശ്യമാണോ അതിനനുസരിച്ചാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. ഈ പാല് കിടന്ന് ഈ സേമിയ നല്ലതുപോലെ കുറുകി നല്ല തിക്കാകും. എന്നിട്ട് ബാക്കിയിരിക്കുന്ന പാലൂടെ അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ലൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്യാം. ബൈ.